നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ പിന്നിലെന്ന വാർത്ത പുറത്തുവരികയാണ്. കോൺഗ്രസിന്റെ അജയ് റായിക്ക് 6223 വോട്ടുകൾക്ക് മുന്നിലായി എന്നാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഈ 9:30 വരുന്ന കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിമിഷങ്ങൾക്കകം ഇത് മറിയാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് ഔദ്യോഗിക വെബ്സൈറ്റിൽ, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്ന കണക്കുകളാണ്. ഇപ്പോൾ ഈ സമയത്ത് വന്നിരിക്കുന്ന കണക്കുകളാണ്. 6223 വോട്ടുകൾക്ക് അജയ് റായ് മുന്നിൽ എന്ന വാർത്ത. BJP, അതായത് വാരണാസിയിൽ നരേന്ദ്രമോദി ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നരേന്ദ്രമോദിക്ക് വാരണാസി. പക്ഷേ ആദ്യ ഫലസൂചനകൾ നരേന്ദ്രമോദി പിന്നിലാണ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ BJP ഞെട്ടുകയാണ്. അതുപോലെ തന്നെ ഈ ഫൈസാബാദിലും BJP പിന്നിൽ എന്നാണ് മനസ്സിലായത്. അതായത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പിന്നിലെന്ന ഒരു വാർത്ത വരുന്നുണ്ട്. 2014 2019 MP ആയിരുന്ന ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് തുടർച്ചയായ 3ാം വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറ്റുനോക്കിയത്. എന്നാൽ ആദ്യ സൂചന വരുമ്പോൾ മോദിക്ക് നിരാശയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒരു മാറ്റം, ഈ ഒരു ലീഡിൽ ഉണ്ടാകാനുള്ള സാധ്യത നിർണായകം തന്നെയാണ്, അല്ലെ? ഉണ്ടാകാനുള്ള സാധ്യത അത് കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇത്തരം ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത്. ആദ്യം മുതൽ തന്നെ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി മുന്നിൽ നിൽക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ അത്തരം ഒരു പോളിംഗ് ഒക്കെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ തുടർച്ചയായി മാറ്റിക്കൊണ്ടുള്ള നീക്കത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിക്കാൻ മാത്രമല്ല റെക്കോർഡ് മാർജിനിൽ അത് നേടാനും ലക്ഷ്യമിടുന്നുണ്ട് എന്നായിരുന്നു റെക്കോർഡ് മാർജിൻ അത് ഭേദിക്കാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്തായാലും BJPക്ക് 5 ലക്ഷം വോട്ടുകൾ ലഭിക്കുമെന്നായിരുന്നു ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ തകിടം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാകുന്നു. 2014 AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ നരേന്ദ്രമോദി 2019 സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിനെതിരെ വിജയിച്ചു. 2024 വാരണാസി ലോക്സഭാ സീറ്റിൽ നിന്ന് അജയ് റായിയെ പ്രതിപക്ഷ ഇന്ത്യൻ സഖ്യം മത്സരിപ്പിക്കുകയാണ്. അജയ് റായിക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ലീഡ് നിലയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 2019 വാരണാസിയിൽ 63% വോട്ട് ഷെയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് നേടിയിരുന്നു. ഇപ്പോൾ വരുമ്പോഴത്തേക്കും വാരണാസിയിൽ ലോക്സഭാ സീറ്റിൽ നിന്ന് അജയ് റായിയെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം മത്സരിപ്പിക്കുമ്പോൾ UPയിൽ കോൺഗ്രസ് അധ്യക്ഷനായ റായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് മത്സരിച്ചിട്ടുള്ളത്. 2014 AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ നരേന്ദ്രമോദി 2019 സമാജ്വാദി പാർട്ടിയിലെ ശാലിനി യാദവിനെയാണ് പരാജയപ്പെടുത്തി വിജയിച്ചത്. എന്തായാലും ഈ ഒരു ഘട്ടം ഉറ്റുനോക്കുക തന്നെയാണ് എല്ലാവരും. നിലവിലെ സാഹചര്യത്തിൽ BJP വാരണാസിയിലും അയോധ്യയിലും അടക്കം പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ മണിക്കൂറിൽ. ഏതായാലും നിമിഷ നേരത്തിനുള്ളിൽ തന്നെ മറിയാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ മോദി പിന്നിലോട്ട് പോകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.